മോളെ പ്രിയേ, എന്താ അമ്മേ? നിന്റെ അച്ഛനത് എന്ത് ഭാവിച്ച? അച്ഛൻ എന്ത് പറ്റി? അവനെ നാളെ കൊല്ലുന്നൊക്കെയാ നിന്റെ അച്ഛൻ പറയുന്നത്. ആരെ? ആ അവിനാശിനെ. നാളെ അവൻ ആ പരിസരത്തെങ്ങാനും വന്നാ കൊല്ലുമെന്നാ നിന്റെ അച്ഛൻ പറഞ്ഞത്. എന്നിട്ട് ജയിലിൽ പോയി കിടക്കൂ അത്രേ. ഈശ്വര, ആ നാശം പിടിച്ചവൻ വരല്ലേ ഭഗവാനെ. വരും. അയാൾ വരാതിരിക്കില്ല അമ്മ. ചാവേറിന്റെ ജന്മം അയാളുടേത്. കൊല്ലാനും ചാവാനും മടിയില്ലാത്ത ചാവേറിന്റെ ജന്മം. എന്റെ ദൈവമേ, ഈ പെണ്ണിത് എന്തൊക്കെയാ പറയുന്നേ? ആ ദുഷ്ടൻ രാജീവിനെ എന്തെങ്കിലും ചെയ്യുമെന്ന എന്റെ പേടി. ചേച്ചി, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണം. ഞാൻ വിളിച്ചേ. മതിയോ? നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം? ധൈര്യമായിട്ടിരിക്കെ. ചേച്ചി, ടെൻഷൻ കൊണ്ട് എന്റെ തൊണ്ട വരളുന്നു. പ്രിയമോളെ, ടെൻഷൻ അടിച്ചെങ്കിലും ഇല്ലെങ്കിലും ദൈവം തീരുമാനിച്ച പോലെ നടക്കൂ. നീ പേടിക്കണ്ട. കൊള്ളാം. കല്യാണ ചെക്കന്റെ വേഷം അസലായി. പ്രിയ ഒരെയും കാണും. ഇപ്പോ അവളെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? ഓ, രാവിലെ ഒരുങ്ങുന്ന തിരക്കിലായിരിക്കും. അതായിരിക്കും ഫോൺ എടുക്കാത്തത്. വേണ്ട, ഇനിയിപ്പോ വളരെ കുറച്ച് സമയം. അത് കഴിയുമ്പോ അവളെന്റെ ഭാര്യയാവും. പിന്നെ ഞാനും അവളും ഒന്നിച്ചായിരിക്കും ജീവിതകാലം മുഴുവൻ. സന്തോഷിച്ച് സന്തോഷിച്ചങ്ങനെ ജീവിക്കും. എന്തായാലും ഒരു സെൽഫി അങ്ങെടുക്കാം, എന്നിട്ട് പ്രിയയ്ക്ക് അയച്ചു കൊടുക്കാം. ഇത് കൊള്ളാം. എന്റെ വേഷം അവളൊന്ന് കാണട്ടെ.
എന്താ മോളെ? നോക്കിയേ, ഞാൻ പറഞ്ഞില്ല അവൻ വരും. ഈ കല്യാണം നടത്താൻ അവൻ സമ്മതിക്കില്ല. അവനൊരു സാഡിസ്റ്റാ ചേച്ചി. ആരോടും അവനൊരു കരുണയില്ല, സ്നേഹവും സഹതാപവും ഇല്ല. മറ്റുള്ളവരെ എത്ര ചവിട്ടി തേക്കാനും അവനൊരു മനസാക്ഷി കുത്തുമില്ല. അവൻ ഈ ചെയ്യുന്നതെല്ലാം പ്ലാൻ ചെയ്ത് തന്നെയാ. അവൻ എന്റെ ജീവിതം തകർക്കും. നീ ഇങ്ങനെ പേടിക്കല്ലേ പ്രിയ, ഞങ്ങൾക്ക് നിന്റെ കൂടെ ഇല്ലേ? ടെൻഷൻ ആവല്ലേ? ഇതുവരെ റെഡിയായി കഴിഞ്ഞില്ലേ? എന്താ പ്രിയേ, എന്തു പറ്റി? മുഹൂർത്തത്തിന് ഇവന് മണ്ഡപത്തിലെത്തിയ നമ്മൾ എന്ത് ചെയ്യും? അവനോട് വരില്ല. അവൻ ഇന്ന് ആ വീട്ടിൽ നിന്ന് എങ്ങനെ ഇറങ്ങണമെന്ന് ഞാൻ തീരുമാനിക്കും. ഇതിനൊക്കെ നിന്നെയാ പറയേണ്ടത്. ഞാൻ എന്ത് ചെയ്തു? എനിക്കവന്റെ സ്വഭാവം തീരെ പിടിക്കുന്നില്ല, പറഞ്ഞേക്കാം. വീട്ടിൽ നിന്നൊരുങ്ങി നമ്മുടെ കൂടെയല്ലേ വരേണ്ടത്? പിന്നെന്തിനാ അവൻ കൂട്ടുകാരുടെ കൂടെ പോയത്? വരുന്ന വഴിക്ക് ബ്യൂട്ടി പാർലർ കയറിയിട്ട് വരാന്ന് അവൻ പറഞ്ഞേ. അവനിപ്പോ ഇങ്ങെത്തും, നിങ്ങൾ ടെൻഷൻ ആവാതെ. ഹലോ മേനോൻ, അകത്തേച്ചില്ലേ? കുറെ കൂട്ടുകാരും അവനും. സ്വീകരണത്തിന് മുമ്പെങ്കിലും അവനിങ്ങെത്തുവോ? അവൻ വരും. ഡീക്ക് വരുന്നു. ഒന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ല. ഭക്ഷണം കഴിച്ചിട്ടേ പോകാം. ശരി ശരി. എന്താ മേന്നെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ലടീക്കെ, ഞങ്ങളുടെ കൂടെ വരേണ്ടവൻ കൂട്ടുകാരുടെ കൂടെ പോന്നിരിക്കുന്നു. അതൊന്നും സാരമില്ല, അവര് വരട്ടെ. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ.